ഷഫീന ബീവിക്ക് ആ മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഒരു ഓഡിയോ ഇട്ട് കൊടുത്തു. ആ ഓഡിയോ ഒരു ഉഴപ്പമില്ലാതെ ആ നാറി പബ്ലിഷ് ചെയ്തു. ഷഫീന ബീവി ഒന്ന് ആലോചിക്കണം, മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പേര് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്തു. CNS ആക്ട് പ്രകാരം വലിയ ശിക്ഷയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി നമ്മളടുത്ത് വന്ന ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അപ്പൊ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാക്കണം. ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു കേസ് നമുക്ക് റിപ്പോർട്ട് ആയിട്ടുള്ളത്. അത് ചെയ്തിട്ടില്ല. അവിടെ ഫിറോസ്കാരെ കൊടുക്കാനുള്ള ആയുധമായിട്ട് ആ കുട്ടിയെ വെക്കുന്നു. ആ വോയിസിനകത്ത് തന്നെ അറിയാം ഇവൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് മോള് പറ ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വിടുകയെ, ചേച്ചി തകർത്ത് കളയും. അതായത് ചേച്ചി ചെയ്യുന്നത് ഇപ്പോഴും ഇവള് പല ആളുകളെ വിളിച്ചിട്ട് എനിക്ക് അത് ചെയ്തത് ഇവരൊക്കെ വിളിച്ച് പറയുന്നത് പേരുകൾ പറയാത്തന്നെന്നറിയാവോ, അവരെ അടുത്ത് നാളെ പീഡിപ്പിച്ച് അവരെ വിളിച്ച് ഇന്ന് ഇത് ചെയ്ത് അങ്ങനെ പറയാൻ പഠിക്കാത്തൊരു അറിയാനുള്ളത്. എന്നിട്ട് ഈ അമ്മച്ചി വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഏതമ്മച്ചി? സജന അമ്മച്ചി വന്ന് പറയുന്ന ഡയലോഗ് കേൾക്കണം. ദിയാസനയാണ് ഈ വീഡിയോ എടുത്ത് പുറത്തിട്ടത്, ദിയാസനയുടെ കയ്യിൽ നിന്നാണ് ഈ ഓഡിയോ പുറത്തു പോയത് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. നാളെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് ഷഫീന ബീവിക്ക് അയച്ചു കൊടുത്തത് ഇവര്. ആ കോള് ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ, നിങ്ങള് ആ പെങ്കോച്ചിനെ വിളിച്ച കോള് നിങ്ങളെ ഈ ലോകത്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അയച്ചു കൊടുക്കുന്ന ആവശ്യം എന്തുവാ? ദിയാസനയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്തിന്റെ കുത്തിക്കഴപ്പാ നിങ്ങൾക്ക്? മൈനർ ആയിട്ടുള്ള പെങ്കോച്ചിനെ വിളിച്ചിട്ട് പറ ഫോട്ടോ ഇരിപ്പുണ്ടോ? ഒരു ഫോട്ടോ പോലും ഇല്ലേ. ആ കൊച്ചിനെ നിർബന്ധിച്ച് പറയിപ്പിക്കുക ഓരോന്ന്. എന്നിട്ട് ഇപ്പൊ കിടന്ന് വന്നിട്ട് അയ്യോ നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യരുത്, നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യണം, മൈനറായ ഒരു പെങ്കൊച്ചിന്റെ കേസാണ്, നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ചെയ്യുന്നേ, കയ്യിലെങ്ങാനും കിട്ടിയ കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്ന ആളെ. റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് കളിക്കാറുണ്ട്. ഇന്ന് തന്നെ സജനാനോട്ട് സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിലെ ഒരു സംഭവമാണ് ഞാൻ എടുത്തു. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവർ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. അതിന്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിന് എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജനയുടെ രണ്ടാമത്തെ നമ്പർ. ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ്, കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നത്. അതായത് സജനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജനയുടെ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പൊ വാട്സപ്പിൽ കിടക്കുന്ന നമ്പറാണ് വാട്സപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എന്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫോൺ. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എന്റെ ഫോണിൽ. അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക, എന്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്ത് ഇരുന്നത്. അപ്പൊ തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴേ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്ക് ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവൾ അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അഭിപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത്. കാരണം എന്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്. അതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അതുകൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്. അത് എനിക്ക് വന്നതാണ് ഈ കോള്. ഞാൻ തിരിച്ചു വിളിച്ചത് എന്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ. അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചിരുന്നു. തേങ്ങര അരി നീ ജന്മത്തിൽ നീ മുക്കളിൽ തൂറൂല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്തിൽ നീ നോട്ടിൽ അടങ്ങി ഒന്നും ഇരിക്കൂല. നിന്റെ റസുൽ കുട്ടിയും നീയും ചില്ല ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്. അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാൾ ഇതാക്കണ്ട. ഇതെടുത്തിട്ട് ആള് എന്ത് ചെയ്തു? സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. ആര്? സജന. നിങ്ങൾക്ക് ഉളപ്പുണ്ടോ? ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ടത് ദിയ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ചട്ടയും കലവും ആകുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും, അതൊക്കെ അങ്ങ് വിട്ടേരും, നിങ്ങൾ ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് പറ്റും അമ്മച്ചി? ദിയാസനയുടെ ആണെങ്കിലും നിങ്ങൾ ഈ വെറുപ്പിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലാണെങ്കിലും നിങ്ങളുടെ കുറെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നമ്മൾ ഒരാൾ അങ്ങോട്ട് ഇത് ചെയ്യാൻ നോക്കുമ്പം അവരുടെ കയ്യിൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ആലോചിക്കണം. കാരണം അവര് തിരിച്ചു കൊത്തും. നമ്മൾ അങ്ങോട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെ അവർ തിരിച്ചു മാന്താതിരിക്കത്തില്ലല്ലോ. പരാതി നൽകി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം
ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷൻ ഞാൻ ഫയൽ ചെയ്തു. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പൊ അത് പാസ് ആയിട്ടുണ്ട്. ആ സാധനം അവൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാറിപ്പോയി. അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു വീടുണ്ടായിരുന്നു. ഇത് ശാസ്ത്രമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി ഗൈസ്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. വലിയ പ്രൂഫായിരുന്നല്ലോ അത് ദിയാസനക്കെതിരെയുള്ള. ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഗൈസ്. മനസ്സിലായോ? നിങ്ങൾ അത് മനസ്സിലാക്കണം. അവിടുത്തെ പോയി. ഇതുവരെ മ്യൂസിക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവളുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു. ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെയ്ക്കും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ടില്ല. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. മ്യൂസിക് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ. അതെവിടുത്തെ പരിപാടിയാ? നിങ്ങളെ മുഖ്യമന്ത്രിനെയും മറ്റേ പോലീസുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റിടത്താണെങ്കിലും ഹലോ സർ കേസ് എടുക്കണം സർ, എന്നെയും കൂടെ ചെക്ക് ചെയ്യണം സർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നീട്ടി നിവർന്ന് അങ്ങ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലീസുകാരെ വീട്ടിൽ വന്നപ്പോ ഒളിച്ചോടുക, ഫോൺ എടുക്കാതിരിക്കുക, ഇതൊക്കെ പ്രഹസനമായിരുന്നോ? കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ എനിക്കെതിരെ വന്ന അലിഗേഷനിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്, ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ട് വരും. വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ. ഓക്കെ, അതൊന്നും കാരണം നമുക്ക് ആക്സസബിൾ ആകുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും ഒരു പരാതി കൊടുത്ത് അതിന്മേൽ അന്വേഷണം നടത്തി അതിന്റെ ഫർദർ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ, ഏത് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അത് ഇവിടുത്തെ നിയമമാണ്. അല്ലാതെ നമ്മൾ എടുത്ത കുറ്റം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും പറ്റത്തില്ല. ദിയാസനെ വെല്ലുവിളിച്ചിട്ട് ദിയാസന നീയും പോയി ടെസ്റ്റ് എടുക്കടി എന്ന് പറഞ്ഞ ഒരു വർത്തമാനം ഉണ്ടായിരുന്നില്ലേ? ദിയാസന ടെസ്റ്റ് എടുക്കാൻ പോയി. ഇനി അമ്മച്ചി എപ്പോ ടെസ്റ്റ് എടുക്കാൻ പോകും? ഒരു തേങ്ങയില്ല. റസൂൽ പൂക്കുറ്റി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുറ്റിയുടെ വിചാരം വൈകി കിടക്കുന്ന റസൂൽ പൂക്കുറ്റിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ. അല്ല, ആ ട്രോഫിയുടെ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിങ്ങനെ നീണ്ട് കിടക്കുമല്ലേ ആൾക്കാര്. അപ്പൊ ആ ട്രോഫിയുടെ കാര്യത്തിൽ എനിക്കും ചെറിയതായിട്ടല്ലാതെ വലിയ സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് റസൂൽ പൂക്കുറ്റി വരെ നിൽക്കുക. കാരണം എന്താണെന്നറിയോ? റസൂൽ പൂക്കുറ്റി അങ്ങനെ സജിനക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുറ്റി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുറ്റി പേടിച്ച് മുക്ലി മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുറ്റി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യനെ റസൂൽ പൂക്കുറ്റി കൊന്നുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായ കാര്യം, മൗനം എന്ന് പറയുന്ന സാധനം വെടിഞ്ഞ് പുറത്തോട്ട് വാ മനുഷ്യ. നിങ്ങളിങ്ങനെ മൗനം പിടിച്ചോണ്ടിരിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ടെൻഷൻ ആദ്യം എപ്പോഴൊക്കെ കൊടുക്കുന്നല്ലാണ്ട് ഒരു തേങ്ങ ഇവിടെ നടക്കാനില്ല. ഇതിനൊക്കെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ. ആൾക്കാരുടെ വായിന്ന് പ്രാക്കും മേടിച്ച് ഇതുപോലുള്ള കളിയാക്കലും മേടിച്ച് ഇപ്പൊ ലോകം മൊത്തം നാറിയല്ലോ പേര്. ഇനിയെങ്കിലും പുറത്തോട്ട് വാ. മറ്റത് മറിച്ചെന്നൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നവർക്ക് പലതും വിളിച്ചു പറയാം, പല തേങ്ങയും വിളിച്ചു പറയാം. അതൊരു ട്രസ്റ്റഡ് ഹോമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകണം. എന്റെ ഡീറ്റെയിൽ മാത്രമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റാരുടെയും ഡീറ്റെയിൽ തരത്തില്ല. എന്റേത് മാത്രം തന്നത്. മനസ്സിലായില്ലേ? അത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി നിങ്ങൾക്ക് അതിനകത്തൊരു കള്ളമോ അതിനകത്തൊരു പ്രശ്നമോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവരൊരു ഫേക്ക് സാധനം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതി പോകും. സംഭവം വേറെ ഒന്നല്ല, സച്ചിൻ താത്തയുടെ ഫ്ലാറ്റിൽ ഇവര് പോയി മറ്റേ എന്തൊക്കെയോ വലിച്ചു കയറ്റിന്നൊക്കെ ഇവര് താത്ത വന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാര്യത്തിനെ കുറിച്ചാണ് ഇവര് പറയുന്നത്. ആ ദിവസം അവർ അവിടെ ഉണ്ടായിരുന്നില്ല, അവര് വേറെ സ്ഥലത്തായിരുന്നു. സജിനെയും കാണിച്ചു വെച്ചിരുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ. റസൂൽ പൂക്കുട്ടി സജിനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്ന റസൂൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസൂൽ പൂക്കുട്ടി സജിനയുടെ കയ്യിൽ എന്താ കൊടുത്തിട്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയ ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്നു നിന്നിട്ട് വിഷയം പറഞ്ഞു പറഞ്ഞു സജിനക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമായിട്ട് ആ പെണ്ണിനെതിരെ കേസുണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവൾ നിന്നത്. ഇനി അവള് ഗോൾഡ് കരിയർ ആയെന്ന് പറഞ്ഞാലും അവള് മറ്റേതാണെന്ന് പറഞ്ഞാലും അവള് മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവർ പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂവിൽ വന്നിരുന്നു. ഇവളും അതിന്റെ പാർട്ടാണ്. ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് സജിന. അതിന്റെ പ്രൂഫ് ഉണ്ട്. സജിന അവിടെ നിന്ന് അയക്കുന്ന വോയിസ് വെച്ചിട്ട് പോലെ പേടിയാണ് മക്കളെ, എന്നാലും ഞാനത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫ് ഉണ്ട്. സജിന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫ് ഉണ്ട്. ഇന്ന് കമ്മീഷൻ ഓഫീസിലെ എല്ലാ സാധനങ്ങളും വെച്ചത് ഞാൻ. സ്വർണ്ണക്കടത്ത് വരെ എന്നിട്ടാണ് വന്നിരുന്ന പുണ്യാളത്തി ചമയുന്ന പുണ്യാളത്തി. ഓഫ്, പൂവിട്ട് പൂജിക്കണം അമ്മച്ചി നിങ്ങളെ കേട്ടാ. മെഴുകുതിരിയും കത്തിച്ച് പൂവ് ഇട്ട് ഫോട്ടോ ഇട്ട് അങ്ങ് പൂജിക്കണം. ശരി എന്നാ ടാറ്റ. വരുമായിരിക്കും അമ്മച്ചി കുറച്ച് കഴിയുമ്പോ.